ഹലോ, നമസ്കാരം. ആക്ച്വലി ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ യാതൊരു പ്ലാനും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കിയപ്പോഴേ ചില വൃത്തികെട്ട, ഐ റിപ്പീറ്റ്, ചില വൃത്തികെട്ടതൊന്നും പറഞ്ഞാൽ പോരാ. അത് വല്ലാതെ കുറഞ്ഞു പോകും. അതിലും ഭീകരമായ ചില വാക്കുകളൊക്കെ ഉപയോഗിക്കാനാണ് വളരെ ആത്മാർത്ഥമായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത്. പക്ഷേ ഇതൊരു പബ്ലിക് പ്ലാറ്റ്ഫോം ആയതുകൊണ്ട് നമ്മൾ നമ്മുടേതായ ഒരു മര്യാദ കുറച്ചെങ്കിലും കാണിക്കണമല്ലോ. അതുകൊണ്ട് തൽക്കാലം വൃത്തികെട്ട മതി. ചില വൃത്തികെട്ട നാറിയ ചേറ്റ മൈൻഡ് സെറ്റുള്ള ചില ചെറ്റകളെക്കുറിച്ച് സംസാരിക്കണമെന്ന് തോന്നി. സംസാരിച്ചിട്ട് പ്രത്യേകിച്ച് വലിയ പ്രയോജനം ഉണ്ടായിട്ടൊന്നുമല്ല. പൊട്ടന്മാരല്ലേ, മനസ്സിലാവാനൊന്നും പോകുന്നില്ല. എന്നാലും നമ്മുടെ ഒരു സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ട് ജസ്റ്റ് സംസാരിക്കണമെന്ന് മാത്രം. എനിക്ക് വേണമെങ്കിൽ ഈ ഒരു വീഡിയോ കുറച്ച് മുന്നേ ചെയ്യാമായിരുന്നു, പക്ഷേ അത് റൈറ്റ് ടൈമായിട്ട് എനിക്ക് തോന്നിയില്ല. പക്ഷേ ഇപ്പോൾ നമ്മുടെ മമ്മൂട്ടി, ദ വൺ ആൻഡ് ഓൺലി മെഗാ സ്റ്റാർ മമ്മൂട്ടി, നമ്മുടെ സ്വന്തം മമ്മൂക്ക, വളരെ ഹെൽത്തി ആയിട്ട് തിരിച്ചു വന്നിരിക്കുകയാണ്. അപ്പോൾ ഈ സാഹചര്യത്തിൽ ചില ചെറ്റപ്പട്ടി നാറികളോട് എനിക്ക് പറയാനുള്ളത്, കണ്ടോടാ പട്ടികളെ. നമ്മുടെ ഹശ്വന്ത് കോക്ക് ലോകേഷ് കനകരാജിനെ കുറിച്ചിട്ട് ഒരു വീഡിയോ ലേറ്റസ്റ്റ് ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ കോക്ക് പറഞ്ഞ പോലെ എനിക്ക് ഈ ചില ചെറ്റകളോട് പറയാനുള്ളത്, കണ്ടോടാ പട്ടികളെ, അല്ലെങ്കിൽ കാണടാ പട്ടികളെ. മമ്മൂക്ക തിരിച്ചു വന്നു, മുമ്പത്തേനെക്കാട്ടിലും ഹെൽത്തി ആയിട്ട് ഇനി മുമ്പോട്ട് പോവുകയും ചെയ്യും. സ്ട്രോങ് ആയിട്ട് ഇൻഡസ്ട്രിയിൽ നിൽക്കുകയും ചെയ്യും. വ്യത്യസ്തമായിട്ടുള്ള കഥാപാത്രങ്ങൾ ചെയ്ത് തുടരുകയും ചെയ്യും. കണ്ടോടാ പാട്ടികളെ. ഇതിപ്പോൾ ഞാനിങ്ങനെ സംസാരിക്കാൻ കാരണം എന്താണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായ? ഫാൻ ഫൈറ്റും മാങ്ങാത്തൊലിയൊന്നുമല്ല, ഫാനിസത്തെ കുറിച്ചിട്ടൊന്നുമല്ല സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. ഈ ഫാൻ ഫൈറ്റിനോട് എനിക്ക് യാതൊരു യോജിപ്പുമില്ല. ഇതിനു മുമ്പ് അതിനെക്കുറിച്ചിട്ടൊക്കെ നമ്മൾ സംസാരിച്ചിട്ടുള്ളതാണ്. എന്നാലും ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഈ മോഹൻലാൽ, മമ്മൂട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ ആളുകൾ കളിയാക്കലുകളും ചളിവാരി എറിയലുകളും തെറിവിളികളും ആവശ്യമില്ലാത്ത കമ്പാരിസൺസും ഒക്കെ നടത്തുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പോലും അതിനോട് എനിക്ക് യോജിപ്പില്ല. എന്നാലും ഞാൻ പറയുകയാണ്, ഇങ്ങനെയൊക്കെ ആളുകൾ നടക്കുന്നുണ്ട് ചളിവാരി എറിഞ്ഞിട്ട് എന്നുണ്ടെങ്കിൽ പോലും മമ്മൂക്കയ്ക്ക് വയ്യാതായി, ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്ന ആ സാഹചര്യത്തിൽ ഈ കളിയാക്കിക്കൊണ്ട് നടന്നിട്ടുള്ള ഒരുപാട് ആളുകൾ പോലും ഫാനിസവും കാര്യങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് മനുഷ്യനായിട്ട് പെരുമാറി, വളരെ സ്നേഹത്തോട് കൂടിയിട്ട്, വളരെ പ്രാർത്ഥനയോട് കൂടിയിട്ടൊക്കെ വളരെ പോസിറ്റീവായിട്ടുള്ള തരത്തിലുള്ള പോസ്റ്റുകളും കാര്യങ്ങളൊക്കെ ഇടുന്നു. കമൻറ്റ് ബോക്സുകളിലായിക്കോട്ടെ വളരെ പോസിറ്റീവായിട്ട് കമൻറ്റുകൾ ഇടുന്നു. അപ്പോൾ അങ്ങനൊരു മൈൻഡ് സെറ്റുള്ള ഒരുപാട് നല്ല നല്ല ഫാൻസ് ആക്ച്വലി ഉണ്ട്. മമ്മൂട്ടിക്കുണ്ട്, മോഹൻലാലിനും ആക്ച്വലി ഉണ്ട്. അപ്പം അങ്ങനെയുള്ള ഒരുപാട് ആളുകളെ കാണാൻ സാധിച്ചു. പക്ഷേ ഇതിൻ്റെ ഇടയിൽ കൂടെ ചില ചെറ്റകളുണ്ട്, ചില നാറുകളുണ്ട്, ചില തന്തയില്ലാത്ത നാറുകളുണ്ട് എന്ന് തന്നെ ഞാൻ പറയും. ഇവർ അപ്പോഴും നാറിയ വർത്താനം പറഞ്ഞു, ചെറ്റ വർത്താനം പറഞ്ഞു. മമ്മൂക്കയുടെ ഹെൽത്താണ്, മനുഷ്യന്മാരാണ്. മനുഷ്യനെ മനുഷ്യനായിട്ട് കൺസിഡർ ചെയ്യണം. അവിടെ ഹെൽത്തിനെ പോലും മാനിക്കാതെ ഹെൽത്തിനെയും കളിയാക്കിക്കൊണ്ട് ഇനി വീട്ടിലിരിക്കാം, പണിയൊക്കെ കഴിഞ്ഞു, ഇനി എത്ര നാൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആളുകൾ കമൻ്റ് ഇടുക. വളരെ ബ്രൂട്ടലായിട്ട്, വളരെ എക്സ്ട്രീം ബ്രൂട്ടലായിട്ട് വരെ കമൻറ്റുകളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള ചില ചെറ്റകൾ ആക്ച്വലി ഉണ്ട്. എനിക്ക് വേണമെങ്കിൽ കുറേ കമൻറ്റുകൾ ഇപ്പോൾ ഇരുന്നിട്ട് ഇവിടെ കാണിച്ചു തരാം, എനിക്ക് വേണമെങ്കിൽ ഇരുന്ന് വായിക്കാം. പക്ഷേ എനിക്ക് താല്പര്യമില്ല, കാരണം എനിക്ക് തന്നെ അതൊരു വിഷമമുള്ളൊരു കാര്യമാണ്. സോ ഞാൻ അതിലേക്ക് നിൽക്കുന്നില്ല. നിങ്ങളിൽ പലരെങ്കിലും അത്തരത്തിലുള്ള കുറേ വൃത്തികെട്ട ബ്രൂട്ടലായിട്ടുള്ള കമൻറ്റുകൾ ആ സാഹചര്യത്തിൽ കണ്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പം ഞാൻ ഈ വീഡിയോ ചെയ്യാൻ പ്ലാൻ ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞില്ലേ. ഇപ്പോൾ ഈ വീഡിയോ ആയിട്ട് വരാൻ കാരണം, ഞാൻ ഈ റീൽസ് സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിലൊന്ന് രണ്ട് തവണ എൻ്റെ മുമ്പിലേക്ക് വന്ന് പെട്ടു. അതായത് മമ്മൂക്ക ഫാൻസിൻ്റെ ഗ്രൂപ്പിൽ വന്നൊരു സംഗതിയാണ്. അതായത് ആ ടൈമിൽ കുറേ വൃത്തികെട്ടന്മാർ ഇത്തരത്തിലുള്ള കമൻറ്റുകൾ ഇട്ടതിനെ കുറിച്ചിട്ടും പിന്നെ ഇപ്പോൾ തിരിച്ചു വന്നതിന് ശേഷം ഉള്ളൊരു സാധനമൊക്കെ വെച്ചിട്ടൊരു സാധനം. അപ്പോൾ അത് കണ്ടപ്പോഴാണ് എനിക്ക് ഈ ഒരു കാര്യത്തെക്കുറിച്ച് സംസാരിക്കണമെന്ന് കൂടുതൽ തോന്നിയത്. മനസ്സിലായ? ഈ കമൻസ് ഞാൻ പണ്ടേ കണ്ടിട്ടുള്ളതാണ്. വയ്യാതെ കിടക്കുന്ന സമയത്ത്, ന്യൂസ് വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ കണ്ടിട്ടുള്ളതാണ്. ഹെൽത്തിനെ പോലും മാനിക്കാതെ, ഒരു മനുഷ്യത്വം പോലും കാണിക്കാതെ പല ആൾക്കാരും തെണ്ടിത്തരം വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാൻ കണ്ടതാണ്. പക്ഷേ ചെയ്യാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇന്ന് എനിക്ക് എന്തോ ആ വൃത്തികെട്ടന്മാരെ കുറിച്ചിട്ട് സംസാരിക്കണം എന്ന് തോന്നി. ആ വൃത്തികെട്ടന്മാരുടെ മൈൻഡ് സെറ്റിനെ കുറിച്ചിട്ട് എനിക്ക് സംസാരിക്കണം എന്ന് തോന്നി. എന്താണ് ഇവറ്റകളുടെയൊക്കെ ഒരു പ്രശ്നം? ഐ ഡോണ്ട് തിങ്ക് ദേ ആർ നോർമൽ ഹ്യൂമൻ ബീയിങ്സ്. നോർമൽ ഹ്യൂമൻ ബീയിങ്സിന് ഒരിക്കലും ഇങ്ങനെ ബിഹേവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. ഒരാളുടെ വയ്യായ്മയെ കളിയാക്കുക,
അല്ലെങ്കിൽ ബ്രൂട്ടലായിട്ട് ചില കാര്യങ്ങൾ പറയുക നോർമൽ ഹ്യൂമൻ ബീയിങ്സിന് പറ്റില്ല. ഇവന്മാർക്ക് വേറെന്തൊക്കെയോ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അതെന്തെന്ന് പറയാൻ ഞാൻ ആളല്ല, ബട്ട് ബെറ്റർ ദേ ഷുഡ് കൺസൾട്ട് സം സൈക്യാട്രിസ്റ്റ്. ശരിക്കും ഒറിജിനൽ പേരിലും നാളിലും ഒക്കെയാണ് വരണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ പേരടക്കം എടുത്തു പറഞ്ഞ ഫോട്ടോ സഹിതം ഇവിടെ വെച്ച് ഞാൻ വീഡിയോ ചെയ്തേനെ. പക്ഷെ ഒക്കെ ഫേക്ക് ഐ ഡിന്നും ഇതെന്നൊക്കെയാണ് വരുന്നത്. അപ്പോൾ എന്തൊരു മാനസിക വൈകൃതമാണെന്ന് ആലോചിച്ച് നോക്കിയേ ഇവർ ഈ കാണിക്കുന്നത്. അല്ലാതെ ഈ ഫാൻ ഫൈറ്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഒരു സൈഡിൽ കൂടെ ഉണ്ട്, അതും തെണ്ടിത്തരം തന്നെയാണ്. പക്ഷേ വയ്യാതായപ്പോൾ പോലും ഈ തെണ്ടിത്തരം കാണിക്കുന്നത് എന്ത് മൈൻഡ് സെറ്റാണ്? വയ്യാതായപ്പോൾ കുറേ ആളുകളുണ്ട് ലാലേട്ടൻ ഫാൻസിൻ്റെ കൂട്ടത്തിലുള്ളവരാണെന്നുണ്ടെങ്കിലും വളരെ മാന്യമായിട്ട് വളരെ പോസിറ്റീവായിട്ട് നല്ല അന്തസ്സായിട്ട് എന്താ പറയുക സ്നേഹം പ്രകടിപ്പിച്ചവരുണ്ട്. ബട്ട് ഇതെന്ത് സീരിയസ്ലി ഞാനൊരു കാര്യം പറയട്ടെ, ഇത് ലാലേട്ടൻ ഫാൻസ് ആണെന്ന് പോലും ഞാൻ വിശ്വസിക്കുന്നില്ല. തുറന്നു പറയാം ഇത് ലാലേട്ടൻ ഫാൻസ് ഒന്നുമല്ല, ലാലേട്ടൻ ഫാൻസ് അല്ല. ഈ തെമ്മാടിത്തരം കാണിക്കുന്നത് ലാലേട്ടൻ ഫാൻസ് ആണെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ലാലേട്ടന് ചീത്തപ്പേരാ, അല്ലെങ്കിൽ നല്ല ഫാൻസിന് ചീത്തപ്പേരാ അത്തരത്തിലുള്ള ആളുകൾ. ഇതിനെ വേറൊരു കാറ്റഗറി ആയിട്ടാണ് ഞാൻ കൺസിഡർ ചെയ്യാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നത്. എന്തൊരു വൈകൃതമുള്ള ഏതോ നാറികൾ. അവരുടെ പ്രശ്നം എന്താണ്? മതമാണോ പ്രശ്നം? അല്ല, പൊതുവേ ലാലേട്ടനും മമ്മൂക്കയ്ക്കും മതം നോക്കിയിട്ട് ഇവരെ സ്നേഹിക്കുന്ന, അല്ലെങ്കിൽ മതം നോക്കിയിട്ട് ഈ രണ്ടുപേരെയും ചീത്ത വിളിക്കുന്ന കുറേ വൃത്തികെട്ട ദ്രോഹികൾ ആക്ച്വലി ഇവിടെ ഉണ്ട്. ഇവിടെ ഇത് റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട് ഇങ്ങനൊരു സാഹചര്യം കൂടി വന്ന സമയത്ത്. കഷ്ടം എന്നല്ലാതെ വേറെ ഒന്നും എനിക്ക് പറയാനില്ല ഇതിൻ്റെ അകത്ത്. ശരിക്കും ഇതൊക്കെ ക്രൈമാണ്, ഇതൊക്കെ വളരെ ക്രൈമാണ്. എനിക്കറിയില്ല ഇതൊക്കെ എങ്ങനെയാണ് ഈ ധൈര്യം വരുന്നത് ഈ ഫേക്ക് ഐ ഡീസിനാണെങ്കിലും. ഫേക്ക് ഐ ഡി പുറത്തുനിന്ന് ഇതാരാന്നുള്ളത് മനസ്സിലാവില്ല എന്നുള്ളൊരു ധൈര്യത്തിലല്ലേ ഇവറ്റകൾ ഇങ്ങനെയുള്ള കമൻറ്റുകളും പരിപാടികളൊക്കെ ചെയ്യുന്നത്. അറ്റ്ലീസ്റ്റ് ഈ മമ്മൂട്ടി ആയിക്കോട്ടെ, മോഹൻലാൽ ആയിക്കോട്ടെ, ഇവർക്കൊക്കെ പറയാനൊരു തന്തയുണ്ട്. അവരെ സ്നേഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. പക്ഷേ ഈ മുഖവും എന്താ പറയുക പേരും ഒന്നും മര്യാദയ്ക്ക് വെക്കാതെ ഇമ്മാരത്തെ ചെറ്റത്തരം കാണിക്കുന്ന ആളുകളോട് എനിക്ക് ചോദിക്കാനുള്ളത്, നിനക്കൊക്കെ തന്തയുണ്ടാ? തന്തയില്ലാതെ നീയൊന്നും ഉണ്ടാവില്ല എന്നുള്ളത് എനിക്കറിയാം. എന്നാലും ഞാൻ പറയുകയാണ്, നിനക്കൊക്കെ തന്തയുണ്ടാ? നിങ്ങൾക്ക് എന്താ പ്രശ്നം? ആ വൈകൃതമുള്ള ആളുകൾ എൻ്റെ വീഡിയോ കാണുന്നുണ്ടെന്നുള്ളത് എനിക്കറിയില്ല. കാണുന്നുണ്ടെങ്കിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ രോഗികളാണ്. നിങ്ങൾക്ക് എന്തോ രോഗമുണ്ട്. നിങ്ങൾ മനുഷ്യരല്ല. നിങ്ങൾ മനുഷ്യരല്ലാത്തതുകൊണ്ടാണ് നിങ്ങൾക്ക് ഒരാളുടെ ആരോഗ്യസ്ഥിതിയെ പോലും ട്രോളാനും ആരോഗ്യസ്ഥിതിയെ പോലും മാനിക്കാതെ ബ്രൂട്ടലായിട്ട് വൃത്തികെട്ട വർത്താനം പറയാനുള്ള മൈൻഡ് സെറ്റ് ഉണ്ടാവുന്നത്. നിങ്ങൾ മനുഷ്യന്മാരല്ല. നിങ്ങൾ തൂങ്ങിച്ചാവണമെന്നൊന്നും ഞാൻ പറയില്ല. പക്ഷെ നിങ്ങൾക്ക് എന്തോ രോഗം ഉണ്ടെന്നുള്ളത് നിങ്ങൾ തന്നെ മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ചികിത്സ തേടണം. സൈക്യാട്രിസ്റ്റിൻ്റെ അടുത്ത് തന്നെ പോകണം, സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് പോകണ്ട. സൈക്യാട്രിസ്റ്റിൻ്റെ അടുത്ത് നിങ്ങൾ പോകണം. ഇഫ് മെഡിസിൻസ് എടുക്കേണ്ടി വന്നാൽ നിങ്ങൾ എടുക്കണം. നിങ്ങൾ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് ട്രെയിനിങ്ങിനോ അങ്ങനെ വല്ലതൊക്കെ നിങ്ങൾ പോകണം. ഇല്ലെങ്കിൽ നിങ്ങൾ ബുദ്ധിമുട്ടാവും ജീവിതത്തിൽ. നിങ്ങളുടെ കുടുംബക്കാരൊക്കെ എങ്ങനെയാണ് ആക്ച്വലി ജീവിക്കുന്നത്? നിങ്ങളെ വിശ്വസിച്ചിട്ട് എങ്ങനെ നിങ്ങളുടെ കുടുംബക്കാർ ജീവിക്കും? നിങ്ങൾ എന്തിനാണ് അല്ലെങ്കിൽ ആളുകളെ വെറുക്കുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. ഇപ്പം നമുക്ക് വ്യക്തിപരമായിട്ട് ആരെങ്കിലുമൊക്കെ അറിയാം, നമുക്ക് അവരെ കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അവരോട് വെറുപ്പും വിരോധമൊക്കെ തോന്നണേലും വല്ല അർത്ഥമുണ്ടെന്നെങ്കിൽ വയ്ക്കാം. പക്ഷേ ഈ പറയുന്ന മോഹൻലാലും മമ്മൂട്ടിയൊക്കെ എവിടെയോ കിടക്കണം. ഇവരൊക്കെ നമുക്ക് സിനിമയിലൂടെ മാത്രമാണ് ആക്ച്വലി അറിയുന്നത്. അവർ നമ്മളെ സന്തോഷിപ്പിച്ചിട്ടുണ്ട്, കരയിപ്പിച്ചിട്ടുണ്ട്, ഒക്കെ ഉണ്ട്. അതങ്ങനെ നിൽക്കുന്നത്. ഇവരോടൊക്കെ ഈ വെറുപ്പ് തോന്നാൻ വേണ്ടി മാത്രം എന്ത് തെറ്റാണ് ഇവരൊക്കെ ആക്ച്വലി ചെയ്തത്? അപ്പം ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ ഒരു സൈക്കോളജിക്കൽ സൈഡാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അതായത് ഇങ്ങനെ ഹെൽത്തിനെ പോലും മാനിക്കാതെ ബ്രൂട്ടലായിട്ടുള്ള രീതിയിൽ കമൻറ്റ് ചെയ്യുക, അങ്ങനെയൊക്കെ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒരു മൈൻഡ് സെറ്റ്, അവരുടെ ഒരു തോട്ട് പ്രോസസ്സ് നിങ്ങൾ ആലോചിച്ച് നോക്ക്. പ്രത്യേകിച്ച് യാതൊരു വിരോധവും തോന്നാനൊരു സാഹചര്യം ഇല്ലാത്തപ്പോൾ, അവരെ കൊണ്ട് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവാനൊരു സാധ്യതകൾ ഇല്ലാത്തപ്പോൾ പോലും ഈ ഒരു വെറുപ്പും വിദ്വേഷവും ആളുകൾക്ക് ഉണ്ടാവുന്നുണ്ട്. ആ വിദ്വേഷത്തിൻ്റെ പുറത്ത് ഇത്തരത്തിലുള്ള കമൻറ്റുകളും കാര്യങ്ങളെല്ലാം ചെയ്യാൻ തോന്നുന്നുണ്ടായിരുന്നു എങ്കിൽ ഇവറ്റകളുടെയൊക്കെ ഒരു മൈൻഡ് സെറ്റ് എന്തൊരു ടോക്സിക് ആയിരിക്കും. ഇവർ ഒരാളെ വെറുപ്പ് തോന്നിയാൽ കൊല്ലാൻ പോലും മടിക്കില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. സീരിയസ്ലി മാൻ. ഞാനൊരു കാര്യം പറയട്ടെ, ലാലേട്ടൻ ഫാൻസിനെ അല്ല ഞാൻ പറയണത്, നിങ്ങൾ ദയവ് ചെയ്തിട്ട് തെറ്റിദ്ധരിക്കരുത്. ഈ തെണ്ടികൾക്ക് മാത്രം കൊണ്ടാൽ മതി. ഇത് ഏത് കാറ്റഗറിയിൽപ്പെട്ട തെണ്ടികളാണോ ആ തെണ്ടികൾക്ക് കൊണ്ടാൽ മതി, ആ വൃത്തികെട്ട നാറുകൾക്ക് കൊണ്ടാൽ മതി.
ഇതിൽ ഞാൻ ലാലേട്ടൻ ഫാൻസിനെ ഒന്നും ഒരിക്കലും കുറ്റം പറയില്ല. കാരണം അത് ഫാൻസിൽ അല്ല, ലാലേട്ടന് നല്ല ക്വാളിറ്റിയുള്ള, നല്ല മാന്യമായിട്ടുള്ള, മര്യാദയുള്ള ഫാൻസുണ്ട്. അവരൊക്കെ മമ്മൂക്ക വയ്യാതിരുന്ന സമയത്ത് നല്ല രീതിയിൽ സ്നേഹത്തോട് കൂടിയിട്ടുള്ള കമൻറ്റുകളും തിരിച്ച് വരാനുള്ള പ്രാർത്ഥനകളും തിരിച്ച് എത്രയും പെട്ടെന്ന് വരാൻ വേണ്ടിയിട്ട് പറ്റട്ടെ, ലാലേട്ടൻ എന്ന് പറയുമ്പോൾ കൂടെ മമ്മൂക്കയും ഉണ്ടാവണം എന്നുള്ള തരത്തിലൊക്കെ കമൻറ്റ് ചെയ്തവരുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ലാലേട്ടൻ ഫാൻസിനൊന്നും അല്ല കുറ്റം പറയുന്നത്. ഇത് വേറെ കാറ്റഗറിയിൽപ്പെട്ട ഒരു വൃത്തികെട്ട നാറുകളാണ്. ഈ നാറുകൾക്ക് കൊണ്ടാൽ മതി. ഇങ്ങനെയുള്ള മൂഷേട്ടകൾ ഉണ്ട്, ഞാൻ പറയട്ടെ. ഇപ്പോൾ ഫാൻസിൻ്റെ ഇടയിൽ ഇത്തരത്തിലുള്ള ടോക്സിക് ആയിട്ടുള്ള ആളുകൾ ഉണ്ട്, ഇല്ല എന്നല്ല പറയുന്നത്. പക്ഷേ ഇത് എന്ത് തരം കാറ്റഗറിയാണെന്നുള്ളത് എനിക്ക് മനസ്സിലാവണില്ല. ഇത് വല്ലാത്തൊരു ബ്രൂട്ടലായിട്ടുള്ള കാറ്റഗറിയാണ്. ഇവരൊക്കെ കത്തിച്ച് ചാമ്പലാക്കാൻ വല്ല സാഹചര്യം ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ വല്ലതും ചെയ്യുന്നതാണ് നല്ലത്, ചുട്ടുകൊല്ലാനൊക്കെ. കാരണം എന്താടോ ഇത്, അയാൾ വയ്യാതെ കിടക്കുന്ന സമയത്ത് ആളുകൾ എന്തൊക്കെ പറഞ്ഞു പരത്തി ചില തെണ്ടികൾ. ഞാൻ പറയുന്നില്ല, വല്ലതും പറഞ്ഞാൽ കൂടിപ്പോവും. വളരെ മോശമായിട്ട്, വളരെ എക്സ്ട്രീമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മുടെ ലാലേട്ടൻ കണ്ട് പഠിക്കണം, സീരിയസ്ലി. ലാലേട്ടൻ പറഞ്ഞത് എന്താ, അവരൊക്കെ ഫ്രണ്ട്സാണ്. ലാലേട്ടനും മമ്മൂക്കയൊക്കെ ഒരുപാട് കാലങ്ങളായിട്ട് ഫ്രണ്ട്സാണ്. അവരുടെ ഇടയിൽ യാതൊരു കുഴപ്പമില്ല. അവരൊക്കെ സ്നേഹത്തിൽ പോകുന്ന ആൾക്കാരാണ്. മമ്മൂക്ക വയ്യാതിരുന്ന സമയത്ത് ലാലേട്ടൻ മറ്റേ ശബരിമലയിൽ വഴിപാട് മമ്മൂക്കയുടെ പേരിൽ കഴിച്ചു. ഇപ്പം നമ്മൾ ദൈവവിശ്വാസികളാണോ അല്ലേ, ദൈവം ഉണ്ടോ ഇല്ലേ എന്നുള്ളതൊക്കെ വേറെ വിഷയം. പക്ഷേ നല്ലൊരു ഉദ്ദേശത്തോട് കൂടിയിട്ട് ശബരിമലയിൽ പോയപ്പോൾ മമ്മൂക്കയുടെ പേരിൽ ഒരു വഴിപാടൊക്കെ കഴിക്കുന്നൊക്കെ പറയുന്ന ഒരു പോസിറ്റീവായിട്ട് എടുക്കാൻ വേണ്ടി പറ്റുന്നൊരു കാര്യമാണ്. ആ സമയത്ത് പുള്ളി അങ്ങനെ ശബരിമലയിൽ പോയി, അങ്ങനെ മമ്മൂക്കയുടെ പേരിൽ അങ്ങനെ ഒരു വഴിപാട് കഴിച്ചു എന്നുള്ള എൻ്റെ പേരിൽ പോലും FBയിലും ഒക്കെ നെഗറ്റീവായിട്ട് കമൻറ്റും പോസ്റ്റും ഒക്കെ ഇട്ട ആളുകളുണ്ട്. അവിടെയും മതം കൊണ്ടുവന്ന ആൾക്കാരുണ്ട്, അവിടെയും മതം കൊണ്ടുവന്നു. സീരിയസ്ലി എനിക്ക് മനസ്സിലാവുന്നില്ല എന്തുകൊണ്ടാണെന്നുള്ളത്. അതെന്ത് തരം ടോക്സിസിറ്റിയാണ്? അവിടെ മതം കൊണ്ടുവന്നടോ. ലാലേട്ടനാ ചെയ്തതിനെ തെറ്റെന്ന് പറഞ്ഞ തെണ്ടുകളുണ്ട്. മമ്മൂക്കയ്ക്ക് പോലും ലാലേട്ടനാ ചെയ്തതിനോട് യോജിപ്പുണ്ടാവില്ല എന്ന് കമൻറ്റ് ചെയ്ത ആൾക്കാരുണ്ട്. എൻ്റെ കണ്ണുകൊണ്ട് ഞാൻ കണ്ടിട്ടുണ്ട് അത്തരത്തിലുള്ള കമൻറ്റുകൾ. അപ്പം എന്തിനാണ് ഈ മതം ഇതിൻ്റെ ഇടയിൽ കൂടെ കൊണ്ടുവന്നിട്ട് കലർത്തുന്നത്? കഷ്ടം. അഭിനയം കണ്ട് ഫാനാവുന്നൊരു കൂട്ടം ആൾക്കാർ, മതം നോക്കി ഫാനാവുന്നൊരു കൂട്ടം ആൾക്കാർ. അഭിനയം കണ്ട് ഫാനായി എന്നൊന്നും തെറ്റൊന്നുമല്ല, ഓക്കെ. പക്ഷേ ഇത് ഒരു കൂട്ടം ഫാൻസ് ഉണ്ടാവുന്നു, ആ ഫാൻസിൻ്റെ ഇടയിൽ ടോക്സിക് ആയിട്ടുള്ള ഫാൻസ് ഉണ്ടാവുന്നു, അതിനിടയിൽ മതം നോക്കിയിട്ടുള്ള ഫാൻസ് ഉണ്ടാവുന്നു. അത് വൈകൃതമായ ഫാൻസ് തന്നെയാണ് ഞാൻ കൺസിഡർ ചെയ്യുന്നത്. മതം നോക്കി ഫാൻസ് ആവുക എന്ന് പറയുന്നതിന് ഒരു വൈകൃതമായിട്ടാണ് ഞാൻ കൺസിഡർ ചെയ്യുന്നത്. കാരണം ആ വൈകൃതം കുറച്ച് പ്രശ്നമാണ് കൺട്രോൾ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ. കാരണം എന്തിലും തെറ്റ് കണ്ടുപിടിക്കാനും കുറ്റം കണ്ടുപിടിക്കാനും തോന്നും. ഒരു നോർമലായിട്ടുള്ള ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ലാലേട്ടൻ കൊണ്ടുപോയിട്ട് ശബരിമലയിലൊരു വഴിപാട് കഴിച്ചു എന്നുള്ളൊരു കാര്യം കാണുന്ന സമയത്ത് നല്ല കാര്യം ഉള്ളത് ചെയ്തല്ലോ എന്നുള്ളൊരു രീതിയിലേ ചിന്തിക്കുകയുള്ളൂ. പക്ഷേ ചില ആൾക്കാർക്ക് അങ്ങനെ ചിന്തിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഇവിടെ ഹിന്ദു മുസ്ലിം കഷ്ടം. ഇതിൽ കൂടുതലൊന്നും പറയാനില്ല എനിക്കെന്തോ ഇപ്പോൾ ഇങ്ങനെ സംസാരിക്കാൻ തോന്നി, ഈ ഒരു വീഡിയോ ചെയ്യാൻ തോന്നി, അതുകൊണ്ട് ചെയ്തതാണ്. സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ഭയങ്കര ടോക്സിക് ആയിട്ടുള്ള ഏരിയ ആയിട്ട് മാറുന്നുണ്ട്. ഇതിപ്പോൾ ഈ നടന്മാരുടെ കേസിൽ മാത്രമല്ല ഞാൻ പറയുന്നത്, ഇപ്പോൾ കുറച്ച് കോമൺ ആയിട്ടും കൂടിയാണ് പറയണത്. ഇപ്പോൾ ഈ ഇത്തരത്തിൽ ബ്രൂട്ടലായിട്ട് കമൻറ്റ് ചെയ്ത ആൾക്കാരുണ്ടായിരുന്നു എന്ന് ഞാൻ പറഞ്ഞില്ലേ. ഈ ആളുകൾ ഈ വിഷയത്തിൽ മാത്രമല്ല ഇങ്ങനെയൊന്നും ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ഒന്നും ചെയ്യുന്നുണ്ടാവുക. അവരുടെ യഥാർത്ഥ ജീവിതത്തിൽ പോലും അവരുടെ ചുറ്റുപാടിലുള്ള ആളുകളോടൊക്കെ ഇവർ ഈ മൈൻഡ് സെറ്റായിരിക്കും. ചിലപ്പോൾ ഇവർക്ക് ഇഷ്ടമല്ലാത്ത വെറുക്കുന്ന ആളുകളൊക്കെ അവരുടെ ചുറ്റും ഉണ്ടെങ്കിൽ ചിലപ്പോൾ അവർ ചാവണം എന്നൊക്കെ ആയിരിക്കും ഇവർ ആഗ്രഹിക്കുന്നത്, പണ്ടാരടങ്ങണം എന്നൊക്കെ ആയിരിക്കും ആഗ്രഹിക്കുന്നത്. സോഷ്യൽ മീഡിയയിലേക്ക് വരുന്ന സമയത്ത് അത് ഇവർ പേരും നാളും ഒന്നും കൊണ്ട് വരാത്തത് കൊണ്ട്, ഫേക്ക് ഐഡൻറ്റിറ്റി ആയതുകൊണ്ട് ഇതാരാണെന്ന് മനസ്സിലാവുന്നില്ല എന്ന് മാത്രം. ആ ധൈര്യത്തിലാണ് ഇവർ ഈ കിടന്ന് കളിക്കുന്നത്. മമ്മൂക്കയുടെയൊക്കെ കേസിൽ എങ്ങനെയോ പറയാൻ തോന്നുന്നത്, മമ്മൂക്കയുടെ ലാലേട്ടൻ്റെ കേസിൽ എങ്ങനെയാണ് നമുക്ക് അങ്ങനെയൊക്കെ ചിന്തിക്കാൻ പോലും പറ്റുന്നത്? എങ്ങനെ പറയാൻ വേണ്ടി പറ്റുന്നത്? സീരിയസ്ലി എനിക്കത് മതിയാവില്ല പറഞ്ഞിട്ട്. എങ്ങനെ ചിന്തിക്കാൻ വേണ്ടി തോന്നുന്നത്? നല്ല രീതിയിൽ ആരോഗ്യവാനായിട്ടൊക്കെ തിരിച്ചു വരണം,
സുഖമായിട്ട് തിരിച്ച് വരണം, റെസ്റ്റും കാര്യങ്ങളൊക്കെ നന്നായിട്ട് എടുക്കട്ടെ, നല്ല സിനിമകൾ ഇനി ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റട്ടെ എന്നൊക്കെ അല്ലേ ആഗ്രഹിക്കേണ്ടത്. അങ്ങനെ ആഗ്രഹിച്ചില്ലെങ്കിലും നശിക്കണം എന്നൊക്കെ ആഗ്രഹിക്കുകയോ, അങ്ങനെ നശിക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്നത് മനുഷ്യന്മാരാണോ? ഒരിക്കലും മൃഗങ്ങൾ പോലും അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല തമ്മിൽ. എന്ത് തരം രോഗമാണിത്? ഒരു സാഡിസ്റ്റിക് ആയിട്ടുള്ളൊരു മനോഭാവം. ഒരു കമൻറ്റ് വേണമെങ്കിൽ ഞാൻ പറയാം, ഇങ്ങനെയുള്ള പരിപാടിയൊക്കെ കഴിഞ്ഞു, ഇനിയൊക്കെ വീട്ടിലടങ്ങി ഒതുങ്ങി ഇരുന്നാൽ മതി, അനങ്ങാൻ വയ്യ, അതിൻ്റെ ഇടയിൽ കൂടെ ഇപ്പോൾ അസുഖമായി, ഇനിയിപ്പോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് ഇടുന്നത്. ഇതിലും ബ്രൂട്ടലായിട്ടുണ്ട്, ഞാനത് പറയാത്തതാണ്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. ശരി എന്നാൽ.